എൻ്റെ ഒരു സംശയമാണ്, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു സംശയമാണ്. അതായത് ഈ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ബിഗ് ബോസ് ഹൗസിലുണ്ടല്ലോ. അങ്ങനെയാണല്ലോ നമ്മുടെ റോക്കി ചേട്ടൻ പുറത്തു പോയത് അല്ലേ? നമ്മുടെ റോക്കി ചേട്ടൻ സിജോ ചേട്ടൻ്റെ മുഖത്ത് ഒരു പഞ്ച് കൊടുത്തു. അത് ഫിസിക്കൽ അസോൾട്ടിൻ്റെ ഭാഗമായിട്ട് റോക്കി ചേട്ടൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തുപോയി ആണല്ലോ. ഈ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഒന്ന് എനിക്ക് കമൻറ്റിലൂടെ പറഞ്ഞു തരണം. അതായത് ഇങ്ങനെ ഈ പഞ്ച് ചെയ്യുന്നത് മാത്രമാണോ ഫിസിക്കൽ അസോൾട്ട്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ വേദനിപ്പിക്കുന്നതാണോ ഫിസിക്കൽ അസോൾട്ട്, അല്ലെങ്കിൽ നമ്മുടെ അനുവാദമില്ലാതെ നമ്മളെ സ്പർശിച്ചുകൊണ്ട് വേദനിപ്പിക്കുന്നതാണോ ഫിസിക്കൽ അസോൾട്ട് എന്ന് നിങ്ങൾ പറഞ്ഞു തരണം. ഇത് ഇനി പറയാൻ പോകുന്ന കാര്യം ഫിസിക്കൽ അസോൾട്ടിൻ്റെ ഭാഗമായിട്ട് വരുമോ എന്നുകൂടി നിങ്ങൾ എന്നോട് പറയണം കമൻറ്റിലൂടെ, കേട്ടോ, മാന്യമായിട്ടുള്ള ഭാഷയിൽ. അതായത് നമ്മുടെ ജയിലിൽ ആരൊക്കെയാണുള്ളത്? ജിൻഡോ ചേട്ടനും ജാസ്മിൻ ചേച്ചിയാണ് ഉള്ളത്. അതായത് ഇപ്പോൾ ഒരു ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രോമോ വന്നിട്ടുണ്ട്. ആ പ്രോമോനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ജയിലിൽ നമ്മുടെ ജിൻഡോ ചേട്ടനും ജാസ്മിൻ ചേച്ചിയുമാണ് ഉള്ളത്. അപ്പം ജാസ്മിൻ ചേച്ചി ജിൻഡോ ചേട്ടനോട് അങ്ങോട്ട് മാറിക്കിടക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മറ്റ് സ്ഥലമില്ലാത്തത് കൊണ്ടാണോ, അതിനു മുമ്പ് ഇവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ജിൻഡോ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ ജാസ്മിൻ ചേച്ചി അങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. പ്രോമോയിൽ ഇങ്ങനെയാണ് കാണുന്നത്. അതായത് ജാസ്മിൻ ചേച്ചി ജിൻഡോ ചേട്ടനോട് പറയാണ് അങ്ങോട്ട് മാറിക്കിടക്കുമെന്ന് പറയാണ്. ജിൻഡോ ചേട്ടൻ മാറിക്കിടക്കുന്നില്ല, ജാസ്മിനോട് പറയാണ് നീ അവിടെ എവിടെയും കിടക്കുമെന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ജാസ്മിൻ ചേച്ചി പിന്നെ പറയുന്നത് ഡോ മറിക്കിടക്ക് എന്ന് പറഞ്ഞിട്ട് ജിൻഡോ ചേട്ടനെ അടിക്കുകയാണ്. കൈ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അടിക്കുകയാണ്. പ്രോമോയിൽ നിന്നും അടിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അതിൽ വലിയ ട്വിസ്റ്റോ മറ്റും കാര്യങ്ങളോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രോമോയിൽ കാണുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും അടിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അവിടെ കണ്ടു കേൾക്കുന്ന ആരൊക്കെയോ അത് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഒച്ചയും ബഹളമൊക്കെ ആക്കുന്നുണ്ട്. അപ്പം ജാസ്മിൻ ചേച്ചി പറയുന്നുണ്ട് എനിക്ക് അത്രയും സഹിക്കുന്നില്ല, അതായത് എന്നെ നിരന്തരം ഇങ്ങനെ ഇതാക്കുകയാണ്, ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്, എന്നെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുകയാണെന്നൊക്കെയാണ് ജാസ്മിൻ ചേച്ചി പറയുന്നത്. അപ്പം ഈ ജിൻഡോ ചേട്ടനോട് ജാസ്മിൻ ചേച്ചി കാണിച്ചത് ഫിസിക്കൽ അസോൾട്ട് അല്ലേ? നിങ്ങളൊന്ന് പറയാം. ഇത് ബിഗ് ബോസിന് ഇനി ഫിസിക്കൽ അസോൾട്ട് അല്ലാതായി മാറുമോ എന്നും ഉള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ബിഗ് ബോസ് അല്ലേ തീരുമാനം എടുക്കുന്നത്. ബിഗ് ബോസ് എന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുക്കട്ടെ. എന്തുതന്നെയായാലും ഈ പ്രോമോയിൽ നിന്ന് മനസ്സിലാവുന്നത് ജാസ്മിൻ ചേച്ചി അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. എന്താണ് ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നൊക്കെ നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ ലൈവിൽ കാണിക്കുമ്പോഴൊക്കെ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പം ഇപ്പം എന്ത് തന്നെയായാലും ഈ പ്രോമോയെ പറ്റി സംസാരിക്കാനാണ് വന്നത്. നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക, ആരുടെ ഭാഗത്താണ് ന്യായം? അത് ഫിസിക്കൽ അസോൾട്ട് ആണോ, അല്ലെങ്കിൽ ബിഗ് ബോസ് ഇനി ഇപ്പം ഇത് കണ്ണടച്ച് നിൽക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാം. ഓക്കെ, അപ്പം ബിഗ് ബോസ് ഇതും പരിഗണനയിൽ എടുക്കുമായിരിക്കും, നമുക്ക് കണ്ടറിയാം.